ആ ഹൃദയത്തിൽ കൊള്ളുന്ന വചനം എന്നിൽ എന്നിൽ പല രൂപാന്തരങ്ങൾ വരുത്തി. എന്നെങ്കിലും സമ്പത്താണ് വലുതെന്ന് ചിന്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ചിന്ത ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സമ്പത്ത് ദൈവം തന്നു. ദൈവത്തിന്റെ നാമം മഹത്വത്തിനെ ദൈവം എടുത്തു മാറ്റിയാലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് ഒന്നുമില്ലാതെ ഇവിടുന്ന് പോയാലും സന്തോഷം. സഹോസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്നേഹത്തോടെ സ്വാഗതം. യാത്രയിൽ കണ്ട ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കുകയാണ്. നമ്മളൊക്കെ വീടുകളിൽ ഈശോയുടെ വചനമൊക്കെ വീടുകളിലൊക്കെ എഴുതി വെക്കും. പക്ഷേ യാത്രയിൽ കണ്ട ഒരു കാര്യമാണ്, ഇവിടെ ഒരു വീടിൻ്റെ മതിൽ മുഴുവൻ ദൈവവചനം എഴുതി വെച്ചിരിക്കുകയാണ്. കാണിച്ചു തരാം, നോക്കി. ഇതിവിടെ യഹോവ ഒരു ദോഷവും തട്ടാത്തതുകൊണ്ട് നിന്നെ പരിപാലിക്കുന്നു, അവിടെ ദൈവവചനം. അങ്ങനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ഇത് ഇവിടെ ദൈവവചനം ഇനി ഇങ്ങനെ 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 ഈ ഏരിയ മുഴുവൻ, ഈ മതിൽ മുഴുവൻ ദൈവവചനം എഴുതി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ റോഡിനപ്പുറവശം നോക്കി, റോഡിനപ്പുറവശവും ഇങ്ങനെ ദൈവവചനം എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി ഈ ദൈവവചനം എഴുതി വെച്ച ആളെ നമ്മൾ കാണാൻ പോവുകയാണ്, പരിചയപ്പെടാൻ പോവുകയാണ്. എന്തിനാണ് ദൈവവചനം എഴുതിയത് എന്നൊക്കെ ചോദിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ പോരെ. അങ്ങനെ ആ ദൈവവചനം എഴുതിയ മതിലിൻ്റെ ഓണർ ചേട്ടനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം, എന്തിനാണ് ആ ദൈവവചനം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിക്കുകയാണ്, ചോദിക്കുകയാണ്. അപ്പോൾ ആ വീടിൻ്റെ ഓണറെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ചേട്ടൻ്റെ വീടാണ്. അപ്പോൾ ജോർജ് ചേട്ടാ, ഞാൻ ഇവരോട് പറഞ്ഞു ഓൾറെഡി, യാത്രയിൽ കണ്ട സ്ഥലമാണ്, ഇങ്ങനെ മതിൽ ആണെന്ന് പറഞ്ഞു. ആ മതിലെ ദൈവവചനം എഴുതി വെച്ചിരിക്കുന്നു. ജോർജ് ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്താവോ, ഇത് എവിടെയാണ് സ്ഥലം, വീട്ടിലുള്ളവർ ആരൊക്കെയാണ്? ഇത് കോതമംഗലത്ത് നിന്ന് വാഴക്കുളം പോണ റൂട്ടിൽ 3 കിലോമീറ്റർ ചെല്ലുമ്പോൾ കോഴിപ്പള്ളി എന്ന സ്ഥലമുണ്ട്. കോഴിപ്പള്ളി ബോയ്സ് ടൗൺ പള്ളിയും കോളേജിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഒറവലക്കുടി ജോർജ് എന്നാണ് എന്നെ ഇവിടെ എല്ലാവരും വിളിക്കുന്നത്, അറിയപ്പെടുന്നത്. ജോർജ് ചേട്ടാ, എന്തുകൊണ്ടാണ് ഈ ദൈവവചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? കാരണം നമുക്ക് വേണമെങ്കിൽ ആ മതിലിൽ വേണമെങ്കിൽ നല്ല ആകർഷണമായിട്ട് നല്ല പെയിൻ്റൊക്കെ ചെയ്ത് മനോഹരമാക്കാവുന്നതാണ്. പക്ഷെ അവിടെ ദൈവവചനം വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ള കാരണം അതാണ് എനിക്ക് ആദ്യം അറിയണം. അത് കണ്ടിട്ടാണ് ഞാൻ വന്നത്, അതുകൊണ്ട് അതിൻ്റെ കാരണം എനിക്കറിയണം. ഞാൻ ഇതിനു മുമ്പ് ബൈബിളും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളല്ലായിരുന്നു. ഇതിനിടയ്ക്ക് ബൈബിള് വായിക്കുന്ന ഒരു കൂട്ടായ്മയിലും ഒരു വിശ്വാസ കൂട്ടത്തിലേക്കൊക്കെ ചെന്നിടപെട്ടു. അവിടുത്തെ വചനങ്ങളെല്ലാം എൻ്റെ ഹൃദയസ്പർക്കമായി എൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്നതായിരുന്നു. ആ ഹൃദയത്തിൽ കൊള്ളുന്ന വചനം എന്നിൽ പല രൂപാന്തരങ്ങൾ വരുത്തി. എന്നെങ്കിലും സമ്പത്താണ് വലുതെന്ന് ചിന്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ചിന്ത ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സമ്പത്ത് ദൈവം തന്നു. ദൈവത്തിന്റെ നാമം മഹത്വത്തിനെ ദൈവം എടുത്തു മാറ്റിയാലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് ഒന്നുമില്ലാതെ ഇവിടുന്ന് പോയാലും സന്തോഷം. സ്വഭാവത്തിലും എൻ്റെ ജീവിത രീതിയിലും എൻ്റെ ആത്മീയവും ഭൗമികവുമായ എല്ലാ കാര്യങ്ങളും പല മാറ്റങ്ങൾ വരുന്നു. ഈ മാറ്റങ്ങൾ പലരും ചോദിക്കുന്നവരുണ്ട്, എല്ലാം ചോദിക്കാത്തവരുണ്ട്. അപ്പോൾ ചോദിക്കുന്നവർക്കും ചോദിക്കാത്തവർക്കും എല്ലാം ഒരു ഉത്തരവും ആവും. അതോടൊപ്പം തന്നെ എന്നെ ഇതിൻ്റെ പുരോഗതിയിലേക്ക് വളർത്തിയ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനും കൂടി വേണ്ടിയിട്ട് ആ ദൈവവചനം എഴുതി വെച്ചിരിക്കുന്നു മാത്രം. അങ്ങനെയാണെങ്കിൽ ജോർജിയൻ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ജോർജിയയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഈ വചനത്തിലൂടെയാണ് മാറ്റമെന്ന് പറയാൻ പറ്റും. ദൈവവചനത്തിലൂടെ മാറ്റം വന്നു, അതുകൊണ്ട് അത് എഴുതി വെച്ചു. അതുപോലെ രണ്ടാമത്തെ കാര്യം, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി എഴുതി വെച്ചു. ഓക്കെ. അപ്പോൾ ജോർജ് ചേട്ടാ, അങ്ങനെ ജീവിതത്തിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞല്ലോ, അതെന്താ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ മാറ്റം വന്നു പലതരത്തിൽ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം. സ്വഭാവത്തിൽ ഇങ്ങനെ ഏറ്റവും വലിയ ഒരു പൊതു രംഗത്തൊക്കെ പ്രവർത്തിച്ച് പൊതുപ്രവർത്തകനായി ഒരു പ്രശസ്തനാവണം എന്നാഗ്രഹമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അപ്പം അതിനെന്നല്ല വിഭിന്നമായിട്ട് ഇതിനേക്കാളും ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ദൈവരാജ്യത്തിൽ ചെന്നെത്തുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ജീവവസ്തുത്തിൽ പേര് സമ്പാദിച്ച് കർത്താവിൻ്റെ രാജ്യത്തെത്തണം. ജീവവസ്തുത്തിൽ പേരുള്ളവന് മാത്രമേ മരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ 70 അല്ലെങ്കിൽ 80, അത് കഴിഞ്ഞ് ചിലപ്പോൾ മരിച്ചു പോകും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും 1000 ആണ്ട് വാഴ്ച കിട്ടുന്ന ഒരു അനുഭവമുണ്ട്. പുത്രനോടൊപ്പം പിന്നെ പിതാവിനോടൊപ്പം നിത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജീവിതം കുറച്ച് ക്ഷണിക മാത്രമാണ്. ഭൗതികമായ ഈ ദേഹം ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ദൈവം കൈപ്പിടിയായി സൃഷ്ടിച്ച ഒരു മനോഹര വാസ്തവം സ്വർഗത്തിലുണ്ട് എന്ന ചിന്ത എന്നെ
ഉള്ളിൽ കിടക്കും. എപ്പോൾ വേണമെങ്കിലും മരിക്കാം. മരിക്കുന്ന സന്തോഷവും ജീവനോടിരിക്കുന്നതിനേക്കാളും കൂടി നല്ല സ്ഥലത്തേക്കാണ് പോകുന്നതെന്നുള്ള ചിന്തയിൽ തന്നെ നമ്മൾ ജീവിച്ചു ശീലിക്കണം. അതുകൊണ്ട് നമ്മൾ ആകെ മാറിപ്പോയി. ദൈവവചനം വായിച്ചപ്പോൾ നമ്മുടെ ചിന്തയും കാര്യങ്ങളും ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കത്തക്കവണ്ണം മരണത്തെ ഒട്ടും തന്നെ പേടിയില്ല. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ മാറ്റം വന്നുകൊണ്ട് ദൈവവചനം എഴുതി അല്ലേ? ജോർജ് ചേട്ടാ, ഇങ്ങനെ ഇത്രയും അത്യാവശ്യം നല്ല വീടാണ്, അത്യാവശ്യം നല്ല സൗകര്യങ്ങളാണ്, ഒന്നുമില്ലാതെ പോയാലും സന്തോഷം. പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാം സമ്പത്തിന്റെ പുറകെ പോകാൻ സാധ്യതയുള്ളവരാണല്ലേ? അപ്പൊ ഈ ജോർജ് ചേട്ടൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോതമംഗലത്ത് ഒരു കടയുണ്ടല്ലേ, ഒരു പാത്രക്കട, വലിയൊരു പാത്രക്കടയുണ്ട്. ആ മനുഷ്യനാണ് പറയുന്നത്, ഞാൻ ഇന്ന് ദരിദ്രനായി തീർന്നാലും സന്തോഷമാണ്. കാരണം തന്നെയല്ല, ബൈബിളിൽ തന്നെ എഴുതി, കൊരിന്ത്യർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഭൗമികമായ ഈ ശരീരം ഒഴിഞ്ഞാൽ ദൈവം കൈപ്പണിയായി സൃഷ്ടിച്ച മനോഹരമായ വാസ്തവം സ്വർഗത്തിലുണ്ട്, അതിൽ ലക്ഷ്യം വെച്ച് നമ്മൾ ജീവിക്കണമെന്നാണ് ഞാൻ ബൈബിൾ പഠിച്ച ആരംഭകാലങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ എവിടെ എന്ത് ജീവിച്ചാലും, എത്ര ആയുസ് കിട്ടിയാലും ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഒന്നുമില്ലാത്തവനെ പോലെ വന്നവനാണ്. ഒന്നുമില്ലാത്തവനെ തുടങ്ങിയതാണ്. മാസം 15 രൂപ ശമ്പളത്തിന് ഒരു കടയിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്കാരനാണ് ഞാൻ വന്നത്. ശരി. അപ്പൊ ഇവിടെ ഇന്നിപ്പോ ന്യായമായ രീതിയിലെല്ലാം ഏതൊരാൾക്കും കണ്ട് മനസ്സിലാക്കത്തക്കവണ്ണം പറയുന്നേക്കാളും കൂടി മനസ്സിലാക്കത്തക്കവണ്ണം അതിന്റെ കാര്യങ്ങൾക്ക് ദൈവം തന്നു. ശരി. ഒരേ തരത്തിൽ ഒരേ പ്രവൃത്തിയും കാണിച്ചു. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിഷമിക്കുമ്പോൾ യഹോവയെ തേടുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചു, ദൈവം നന്ദി പറഞ്ഞു. ഇനി ദൈവം എടുത്താലും കുഴപ്പമില്ല, അങ്ങനെ ഹാപ്പി ആയിട്ട് പോണു. ശരി. ജോർജ് ചേട്ടാ, ഇങ്ങനെ ദൈവവചനത്തെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. നമ്മൾ വേറെ എന്തിനെ കുറിച്ചും അല്ല, ദൈവവചനത്തെ കുറിച്ച് സംസാരിക്കാം. ആ ദൈവവചനം ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. പലപ്പോഴും ജോർജ് ചേട്ടൻ വളരെ സന്തോഷത്തോടെ എഴുതുന്നത്, പറയുന്ന കാര്യങ്ങളല്ല. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവവചനത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കണ്ട, വലിയ ഗൗരവത്തോടെ കാണണ്ട, അതിന് ചിലപ്പോൾ മറ്റുള്ളവർ ദൈവവചനം എഴുതിച്ച് കളിയാക്കും എന്നൊക്കെ ചിന്തയുള്ള ഒരാളുകളുണ്ട്. അങ്ങനെ മനുഷ്യരുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ള അത് ചെയ്യുന്നത് ശരിയാണ് നമ്മൾ? അങ്ങനെ അവരോട് ഞാൻ ഈ ദൈവവചനം പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ ഒത്തിരി നോട്ടുകളും ചെറുതരം പുസ്തകങ്ങളും അടിച്ചിങ്ങനെ വിതരണം നടത്തുന്നുണ്ട് സുവിശേഷ സംബന്ധമായി. ഇതുകൊണ്ടൊന്നും ഒരു നന്മ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വേറെ വ്യക്തിപരമായ നന്മകളും പ്രതിഫലമൊന്നും എനിക്ക് വേണ്ട, പ്രതിഫലമൊന്നും മേടിക്കുന്നില്ല. ദൈവം എനിക്ക് തരുന്ന നന്മയെന്ന് മാത്രം ഇതൊക്കെ ചെയ്യുന്നു. ശരി ശരി. അപ്പോൾ അതിനകത്ത് ആരും പ്രശംസിക്കാനോ ഒന്നും കൊടുക്കുന്നൊന്നും വലക്കൈ കൊടുക്കുന്ന ഒരു കൈ മറ്റേ കൈ അറിയുന്നില്ല. അപ്പൊ അതാണ് എൻ്റെ ജീവിതത്തിന്റെ ഒരു വേറെ വശം. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ദൈവജനത്തിന് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോവുക. ഞാൻ എല്ലാവരും തന്നെ അതിൽ ഈ വിശ്വാസ ജീവിതം നടത്തുന്നവരെല്ലാവരും ചിന്താഗതി ഇതൊക്കെ തന്നെയായിരിക്കും. ഇപ്പോ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ തന്നെ ഇതിൽ വന്നു മക്കളെ പോറ്റാനോ അല്ലെങ്കിൽ കുടുംബത്തെ നടത്താനൊന്നും അല്ലല്ലോ. അതെ. അപ്പൊ ഇത് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രേരണ തന്നു. അപ്പൊ നമ്മളിത് കിട്ടും. നമ്മൾ സാധാരണ ലോകപ്രകാരം ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ഒരു 25-50 ലക്ഷം സ്ത്രീധനം മേടിച്ച് ഒരു ജോലിയുള്ള ഒരു വധുവിനെ കഴിച്ചാൽ അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കാൻ സാധിക്കില്ലേ? ഇതൊന്നും വേണ്ടെന്ന് വെക്കുന്നത് തന്നെ വാസ്തവത്തിൽ ദൈവത്തിനും ദൈവത്തിന്റെ വേലയ്ക്കും വേണ്ടി സേവ് ചെയ്യുന്ന ഒരു സമർപ്പണമാണ്. അപ്പൊ എന്റെ വിഷയം അത്ര അതും അച്ഛന്റെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ എന്റെ വിഷയം അത്ര അതല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് എന്നെക്കാളൊക്കെ 10 മടങ്ങ് പ്രശംസാർഹമായ മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും പ്രശംസാർഹമായ ഒരു ജീവിത ശൈലിയാണ് അച്ഛൻ്റെ. എനിക്ക് വാസ്തവത്തിൽ ഇതിങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ ഇന്റർവ്യൂ നടത്തുന്ന ചോദിക്കും, ഇത്ര ഇതിനു വേണ്ടി ഇത്ര അങ്ങനെ ത്യാഗം ചെയ്യുന്നു എന്നൊക്കെ ഞാനങ്ങ് പലപ്പോഴും ചോദിച്ചു നോക്കാം, മനസ്സോട് ചോദിച്ചു നോക്കാറുണ്ട്. എങ്കിലും അച്ഛനെ എനിക്ക് വളരെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ വളരെ സന്തോഷമാണ്. എനിക്ക് ഇങ്ങനെ ദൈവവചനം എഴുതി വെച്ചിരിക്കുന്നതും ജോർജിനോട് ദൈവവചനത്തോട് സംസാരിക്കുന്നത് കാണുമ്പോഴും എനിക്ക് സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഒത്തിരി മനുഷ്യരിലോട്ട് ആശ്വാസത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ഒരു സ്പർശമായിട്ട് ജോർജ് ചേട്ടൻ ഇപ്പോഴും കടന്നുകൊണ്ട് എനിക്കറിയാം അല്ലേ. ഇതിൽ നിന്ന് ദൈവം കിട്ടുന്ന നന്മയിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ സഹായിച്ച് മുന്നോട്ട് പോകാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ, ഞാനിവിടെ കണ്ടതാണ് ഈ ഒരു, നിങ്ങളെ കാണിക്കാം, ഇത് കണ്ടോ ഇദ്ദേഹത്തെ കുറിച്ച്. ഇതിനെപ്പറ്റി കൗമുദി കോതമംഗലത്തെ ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അവര് എൻ്റെ ജീവിത രീതി എടുക്കണമെന്ന് വിചാരിപ്പിച്ച് അവരടുത്ത് കേന്ദ്രമന്ത്രിയെ കൊണ്ടൊരു അവാർഡ് തന്ന് അതിനകത്ത് അദ്ദേഹത്തിന്റെ ഹെഡിങ്ങുകൾ, ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങളെ ആരും അന്യരല്ല,
അങ്ങനെയുള്ള മറ്റുള്ളവരുടെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷൻ ആണല്ലോ അല്ലെ. അപ്പോൾ ഒരു നല്ലൊരു മനുഷ്യനാകണമെങ്കിൽ, നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസം അല്ലെ, വിശ്വാസം വേണം. അതനുസരിച്ച് ത്യാഗപൂർണ്ണമായ ജീവിതം വേണം. വെറുതെ വചനം പഠിക്കുകയല്ല, ജീവിക്കണം. അതാണ്, വെറുതെ വചനം പഠിക്കുകയല്ല, ജീവിക്കുകയാണ് നല്ലത്. അബ്രഹാം, നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അബ്രഹാം പിതാവിന് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ദൈവം പരീക്ഷിക്കാൻ സ്വന്തം മകനെ തന്നെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. അപ്പൊ അതിനങ്ങനെ തയ്യാറായി. കാരണം വാളെടുക്കുമ്പോൾ കൊച്ചിന്റെ ബാലിന്റെ കൈ കത്തി വയ്ക്കുമ്പോൾ തന്നെ ദൈവം വന്ന് വാളെ പിടിക്കുന്ന രീതി കൊണ്ടല്ല അങ്ങനെ ശ്രമിച്ചത്. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ ത്യാഗപൂർണമായ ജീവിതവും അതേപോലെ ആയിരിക്കണം, അനുഭവങ്ങളിൽ അങ്ങനെയുള്ളതായിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാമല്ലോ ഒരു മനുഷ്യന്റെ പോക്ക് എങ്ങോട്ടാണ് എന്താണെന്നൊക്കെ. അതൊരു വിഷയം. അപ്പോൾ ജോർജ് ചേട്ടാ ഒത്തിരി നന്ദി. കുറച്ച് നേരമേ നമ്മൾ സംസാരിച്ചു, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് സംസാരിച്ചു. നമ്മുടെ സ്നേഹമുള്ളവരെ, ജോർജ് ചേട്ടൻ നമുക്ക് മുമ്പിൽ ഒരു മാതൃകയായിട്ട് നിൽക്കുകയാണ്. വെറുതെ വചനം അവിടെ എഴുതുന്നതിനല്ല, അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നല്ല പെയിൻറ്റ് മേടിച്ച് എഴുതി വെക്കാം, അതല്ല. പരമാവധി ജീവിതത്തിൽ വചനം വായിക്കാൻ പരിശ്രമിക്കുക, ജീവിക്കാൻ പരിശ്രമിക്കുക. അതിന് പ്രതിഫലമായിട്ട് പ്രതിഫലനമൊക്കെ ആയിട്ട് നമ്മളവിടെ വചനം എഴുതുന്നു എന്നുള്ളതുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നല്ല മാതൃക ഇനിയും ലോകത്തിന് നൽകാൻ ജോർജ് ചേട്ടന് സാധിക്കട്ടെ. ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. കാണാൻ പറ്റിയതിൽ നന്ദി. ഒത്തിരി ആളുകൾ ദൈവത്തിൻ്റെ വചനം ആശ്വാസത്തിൻ്റെയും ശക്തിപ്പെടുത്തുന്നതിൻ്റെയും ബലപ്പെടുത്തുന്നതിൻ്റെയും വചനം ഒത്തിരി മനുഷ്യരിലോട്ട് എത്താൻ സാധിക്കട്ടെ. അപ്പോൾ ജോർജ് ചേട്ടാ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്മ ഉണ്ടാകട്ടെ. ത്യാഗപൂർണ്ണമായിട്ട് ഈ ഒരു വിശ്വാസ ജീവിതത്തെ ശരിയായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനും മുൻകൈ എടുത്തതിന് അച്ഛനോട് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. താങ്ക് യു. എല്ലാവർക്കും നന്ദി.